സ്വാതന്ത്ര്യം വിട്ടു സാറേ. എന്തിനാണ് കാനഡ വീഡിയോ എടുത്താലും എന്തിനെടുത്താലും ബ്രോ എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല, മനസ്സിലായോ? 13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ്, മനസ്സിലായ? 2 കൊലക്കേസുണ്ട്, 302. നമസ്കാരം. മോഷ്ടിച്ച സ്കൂട്ടിയിലെത്തി കൊല്ലം കടയ്ക്കലിൽ സ്റ്റേഷനറി കടയുടെ ഗ്ലാസ് അടിച്ചു തകർത്ത 2-അംഗ സംഘം പോലീസിന് നേരെ അഴിഞ്ഞാടി. ലഹരിയിലായിരുന്ന ഇരുവരും പോലീസിനെ ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ അക്രമ പശ്ചാത്തലത്തെക്കുറിച്ച് വീമ്പിളക്കി. തിരുവനന്തപുരം സ്വദേശികളായ ആദർശ്, യദുകൃഷ്ണൻ എന്നിവരാണ് കടയ്ക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വീരവാദം മുഴക്കിയത്. എന്തിനാടേ വീഡിയോ ഓഫ് ചെയ്യടാ? നീ ഇത്ര നേരം കാണിച്ചില്ലേ? നീയൊക്കെ നാട്ടിക്കാരെ എന്റെ പിള്ളേരെ എന്തിനാ കാണിച്ചോ? കൊച്ചു പെമ്പിള്ളേരെ പോസ്കോ കേസ് നീ കാണിച്ചോ? നിനക്ക് തരണുണ്ട്, മനസ്സിലായോ? ജയിലിക്കാർക്ക് ഇറങ്ങിട്ട് വരട്ട്. വെയിറ്റ് തരാം ചേട്ടാ, തരാം. അവന്മാരെന്താ എന്റെ തോണ്ടിൽ കാണിച്ചു? എന്റെ പിള്ളേരെ കൊച്ചു പെമ്പിള്ളേരെ അവന്മാരെ സ്നേഹിക്കണം കൊണ്ടുപോയിക്കണം. അതുകൊണ്ട് ഞാൻ കാണിച്ചിപ്പോ, മനസ്സിലായോ? അവന്മാരെന്റെ കൊച്ചു പെമ്പിള്ളേരെ സ്നേഹിച്ചു അവന്മാരെ കൊണ്ടുവരും. കാണിച്ചു തെറ്റുണ്ടോ? മാട്ടിക്കണല്ല, അമ്മരെ വീട്ടുകാരെ മാട്ടിക്കണ വായിക്കാം, മനസ്സിലായോ? പോയില്ലേ കണ്ട സെൻട്രൽ ജയില്. ആണ് എനിക്കും അവനും പറ്റിയതാണ്. അഞ്ചൊരു കോടതി നിങ്ങൾ ഹാജരാക്കണം. പാങ്ങലുകാട് VVK സ്റ്റോർ നടത്തുന്ന ഫസലുദ്ദീൻ കടയുടെ മുൻവശം ഷട്ടർ ഇട്ട ശേഷം സമീപത്തുള്ള വീട്ടിലേക്ക് പോയി. ഈ സമയം സ്കൂട്ടിയിലെത്തിയ യുവാക്കൾ വശത്തെ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ഫോണുകളും 1500 രൂപയും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. കടയുടമ എത്തുമ്പോൾ സമീപത്തുള്ള വീട്ടിലെ സ്ത്രീകൾ വിവരം പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ കടയടച്ച് വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനും കുളിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ട്. അപ്പോൾ ഈ റോഡിൽ വണ്ടികൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു സൗണ്ട്, റോഡ് രണ്ടാമതൊരു ടാർ ചെയ്തേക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ആ സൗണ്ടാണെന്ന് കരുതിയിരുന്നു. അങ്ങനെ വീട്ടിനകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കടയുടെ വെളിയിലേക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിച്ച് കിടക്കുന്നതിൻ്റെ സൈഡിൽ ഒരു പൊതി കിടക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ ചോറ് വന്നിട്ട് പാത്രം കൊണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയെന്നുള്ള നോക്കുമ്പോൾ കടയ്ക്കകത്തിരുന്ന ഒരു ഷാള് പൊതിഞ്ഞ് വെച്ചിരുന്ന ഒരു പൊതിയാണ് കിടക്കുന്നത്. അപ്പോൾ കൊണ്ട് അതിൻ്റെ അടുത്തുള്ള ഗ്ലാസ് ഡോറ് പൊളിച്ച് കിടക്കുന്ന അതിലൊക്കെ ചോരയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു വീട്ടിലെ സ്ത്രീകൾ ഇറങ്ങി വന്ന് അവരും ഈ സൗണ്ട് കണ്ടുകൊണ്ട് വെളിയിൽ വന്നപ്പോൾ 2 അവന്മാർ സ്കൂട്ടറിൽ കയറി പോകുന്നതാണ് കണ്ടത്. സംബന്ധമായി നമ്മൾ ബന്ധപ്പെടുന്നവന്മാർ കൈ മുറിഞ്ഞതിൻ്റെ പേരിൽ കടയ്ക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ കയറി ചികിത്സിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അവിടെ നിന്നുള്ള ന്യൂസ് അനുസരിച്ചമാരാണ് അതിൻ്റെ എളിഹകൾ പറഞ്ഞെടുക്കും. അവർ അങ്ങനെയുള്ള വാർത്തകൾ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് മക്കളെ അയച്ച് അവിടെ നിന്ന് അവർ നോക്കിയിട്ട് അപ്പോഴും തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് അവിടെ നിന്ന് പോലീസ് വന്നവന്മാരെ അറസ്റ്റ് ചെയ്ത് കടയ്ക്കൽ സ്റ്റേഷനിലാണ് ഉള്ളത്. കൈക്ക് പരിക്കേറ്റ ഇരുവരും ചികിത്സ തേടി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിയതറിഞ്ഞ കടയുടമ പോലീസിനെ വിവരം അറിയിച്ചു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെത്തിയ പോലീസിനെ ഇരുവരും ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ഇരുവരുടെയും കയ്യിൽ നിന്ന് പോലീസ് ഫോണും പൈസയും കണ്ടെടുത്തു. ഇവർ യാത്ര ചെയ്ത ഇരുചക്രവാഹനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മോഷണം പോയതാണെന്ന് പോലീസ് കണ്ടെത്തി. ലഹരിക്ക് അടിമപ്പെട്ട് അക്രമാസക്തരാണ് ഇരുവരും. കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതെ, അത്രേ ഉള്ളൂ തന്നെ. അപ്പൊ എന്തിനാണ് ഇപ്പൊ ചെയ്യാറുള്ളത്? വിളിച്ചു അടുത്താക്കൂ, മുഖത്ത് നോക്കടാ, വിളിക്കാൻ പറ. പിന്നെ ഇതൊക്കെ പോലീസുകാരാണ്. എടാ നമ്മളെ പോലീസ് എന്നല്ല, നമ്മളെ പോലീസ് 3 സ്റ്റാർ ഉണ്ട്. വിളി തുടങ്ങിയ നിന്റെ ആരും എന്തിനെടുത്താ? പിന്നെ നീ എന്തിനും ഇങ്ങനെ സീൻ കാണിക്കണം?
എന്തിനെടുത്ത് സംസാരം വേണ്ട ചുമ്മാ കുടിപ്പോ അങ്ങനെ ഒരു 14 ദിവസം മനസ്സിലായില്ലേ കേട്ടാ 14 ദിവസം കുടിപ്പോനെ 30 ദിവസം കേട്ടാ റൂൾസും എല്ലാം അറിയാം. ഇതൊന്നും നടത്തില്ല ബ്രോ. എന്റെ കൈ മുറിഞ്ഞോണ്ടാണ് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കയറിയത് മനസ്സിലായല്ലേ. ഞാൻ തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ളാണ് ഞാൻ. തിരുവനന്തപുരം ചുള്ളക്കകത്തുള്ള കേട്ടറാ. സിനിമ ഡയലോഗ് താറാ നിങ്ങൾ ഇടിക്കാം. ഇടിച്ചോ നിങ്ങൾക്ക് നമ്മളെ ഇടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഓമ്മാരെ കൊണ്ട് ഇടിപ്പിക്കാൻ നിക്കല്ലേ കേട്ടാ. നിങ്ങൾ ഇടിച്ചോ, അപ്പനെ ഇടിച്ചോ. ഇറക്കി വെക്കണോ? ഇറക്കി വെക്കട്ടാ. നിങ്ങൾ ഇടിച്ചോ താറാ. ഇടിച്ചോ, നിങ്ങൾ ഇടിച്ചോ. വേറെ ഒന്നുമില്ല. നിങ്ങളിവിടെ കൊണ്ടുപോയ നേരെ ഉളം പറയല കൊണ്ടിടണോ താറേ. അത് വേറെ മൂട്. അത് വേറെ മൂട്. എന്റെ അനിയന് വയ്യാത്തോണ്ട് അവൻ കിടന്ന് കാണിക്കണത്. അവന്റെ കൂടെ ഞാൻ നിക്കണതേ ഉള്ളൂ. കാണിച്ചു എന്റെ വീഡിയോ ഓഫ് ചെയ്യാൻ പറയാ. വീഡിയോ ഓഫ് ചെയ്യാൻ മതി കിട്ടി, എല്ലാം കിട്ടി. മതി 5 രൂപ കോടതി മര്യാദ കാണിച്ചാട്ടോ. എന്തിനാണ്? വേറൊന്നുമില്ല. വണ്ടി ഇടിച്ച് ആക്ഷൻ എന്തിനാണ്? പൈസ അല്ല. എന്തിനാണ് എന്റെ കഞ്ചാവ് ഡാക്കു എത്ര ഉണ്ട് നമുക്ക് അതിനുള്ള അനുസരിച്ച് ഫുഡ് വാങ്ങിച്ചു തന്നില്ലേ ഫുഡ് ഡാക്കു കോടതി പറയാനുള്ളതാണ് 850 രൂപ കേട്ടല്ലേ. 850 ഫുഡ് അത് നമുക്ക് കിട്ടണം. അതെ എത്ര അറച്ച 13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ് മനസ്സിലായ. എന്തൊരു ഗ്യാസ്? 2 കൊല ഗ്യാസ് ഉണ്ട്. 302 302 കൊല ഗ്യാസ് ഉണ്ട്. അവനാണ്ട് 302 ഗ്യാസ് അവന്. ഇപ്പൊ 2ാമത്തെ ഗ്യാസ് ചെയ്യാൻ പോകുന്നു മനസ്സിലായ മക്കളെ. 850 രൂപ ഉണ്ട്. ഫുഡ് വാങ്ങിച്ചെന്നില്ലേ കോടതി പറയാനുള്ള പൈസ.